മറ്റൊരു യൂറോപ്യൻ സീസൺ കൂടി അവസാനിക്കുകയാണ്. ലാ ലീഗയിലും ബുണ്ടസ് ലീഗയിലും ലീഗ് വണ്ണിലും സിറിയയിലുമെല്ലാം കിരീടചിത്രം വ്യക്തമായി. ഇനി അറിയാനുള്ളത് പ്രീമിയർ ലീഗിലെ ചാമ്പ്യനെയാണ്. ആഴ്സണലാണോ സിറ്റിയാണോ എന്നതിനുള്ള ഉത്തരം വരും ദിനങ്ങൾ നൽകും. ഇക്കുറി പാളിയവരുടെയെല്ലാം ലക്ഷ്യം അടുത്ത സീസണാണ്. അവരതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഞെട്ടിച്ചത് മറ്റാരുമല്ല, ചെൽസി തന്നെ. പല മാനേജർമാരും വന്നുപോയെങ്കിലും ഇയാൾ അങ്ങനെയാകില്ലെന്നും സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് കരുതുന്നു. സാബി അലോൺസോയ്ക്ക് ഇനി സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് യുഗം. ഓൾഡ് ട്രാഫോർഡിൽ നിന്നാണ് മറ്റൊരു സുപ്രധാന വാർത്തയെത്തുന്നത്. താൽക്കാലിക പരിശീലകൻ മൈക്കൽ കാരിക്കിൻ്റെ കരാർ യുണൈറ്റഡ് പെർമനൻ്റ് ആക്കിയിട്ടുണ്ട്. 2 വർഷത്തേക്കാണ് ഇംഗ്ലീഷ് കോച്ചുമായി ക്ലബ്ബ് കരാറിലെത്തിയിട്ടുള്ളത്. മോശം ഫോമും ക്ലബ്ബ് മാനേജ്മെൻറ്റുമായുള്ള അഭിപ്രായ ഭിന്നതയും കാരണം ഈ വർഷം ജനുവരി 5-നാണ് റൂബൻ അമോറിമിനെ യുണൈറ്റഡ് പരിശീലന സ്ഥാനത്ത് നിന്ന് നീക്കിയത്. ആകെ നിരാശരായ ഓൾഡ് ട്രാഫോർഡിനെ ഒരാൾ പിന്നീട് എടുത്തുയർത്തുന്നതാണ് കണ്ടത്. ആരാധകർ രോമാഞ്ചമടിച്ചു കണ്ട മത്സരങ്ങൾ. കാരിക്കിൻ്റെ വരവോടെ ടോപ്പ് ടീമുകളെയെല്ലാം കീഴടക്കി കുതിച്ച റെഡ് ഡെവിൾസ് ഇത്തവണ ചാമ്പ്യൻസ് ലീഗ് വേർത്തും ഉറപ്പിച്ചിട്ടുണ്ട്. ഈ സീസണിൽ സർവ്വം നഷ്ടമായ റയൽ മാഡ്രിഡോ പരിശീലക റോളിലേക്ക് സാക്ഷാൽ ഹോസെ മൊറീഞ്ഞയോ പരിഗണിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതോടൊപ്പം ലിവർപൂളിൽ അർനെ സ്ലോട്ടിൻ്റെ കസേരയ്ക്ക് ഇളക്കം തട്ടുമോ അതോ ഒരവസരം കൂടി നൽകുമോ എന്നതും വരും ദിനങ്ങളിൽ അറിയാനാകും. പരിശീലകർ അധികം വാണിട്ടില്ലാത്ത ചെൽസി. ബ്ലൂക്കോ ഗ്രൂപ്പ് ക്ലബ്ബ് ഏറ്റെടുത്ത ശേഷം 1/2 ഡസനിലധികം കോച്ചുമാരാണ് ബ്രിഡ്ജിൻ്റെ പടി കടന്നെത്തിയത്. ഈ സീസണിൽ ക്ലബ് ലോകകപ്പ് വൈകിട്ടോടെ എത്തിയ ചെൽസിക്ക് പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലുമെല്ലാം അടിമുടി പാളി. ഇതോടെ ജനുവരിയിൽ എൻസോ മരസ്കയെ പുറത്താക്കിയ ക്ലബ്ബ് പ്രിയപുത്രനായ ലിയാം റൊസേനിയറെ ദൗത്യം ഏൽപ്പിച്ചു. എന്നാൽ ക്ലബിനെ 1 ഇഞ്ച് പോലും മുന്നോട്ട് നടത്താൻ റൊസേനിയർക്കായില്ല. തുടർ തോൽവിയോടെ ക്ലബിൻ്റെ ചാമ്പ്യൻസ് ലീഗ് പ്രതീക്ഷകൾക്കും വിരാമമായി. ഇതോടെ 4 മാസം മാത്രം നീണ്ട കോച്ചിങ് കരിയറിന് വിരാമമിട്ട് റൊസേനിയറും സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നിന്നും തിരിഞ്ഞു നടന്നു. ചെൽസിയെ രക്ഷിക്കാനുള്ള മാന്ത്രിക വടിയൊന്നും സാബിയുടെയും കൈവശമില്ല. എന്നാൽ നിലവിൽ ക്ലബിലെ അന്തരീക്ഷം മാറ്റിയെടുക്കാൻ മുൻ സ്പാനിഷ് താരത്തിനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വെറുമൊരു കോച്ചായല്ല, മറിച്ച് ടീമിൻ്റെ ട്രാൻസ്ഫർ പോളിസിയിലടക്കം ഇടപെടുന്ന മാനേജർ പോസ്റ്റിലേക്കാണ് താരം എത്തുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. മരസ്കക്കും റൊസേനിയർക്കും നൽകാത്ത അധികാരം മുൻ റയൽ കോച്ചിന് നൽകാൻ ബ്ലൂക്കോ ഗ്രൂപ്പ് തയ്യാറായേക്കും. ലെവർക്യൂസന്റെ നൂറ്റാണ്ട് ചരിത്രമുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ച് രക്ഷക റോളിൽ ബേണബ്യൂവിൽ പറന്നിറങ്ങിയ സാബി അലോൺസോക്ക് അവിടെ തൊട്ടതെല്ലാം തെറ്റുന്നതാണ് കണ്ടത്. ടീമിൻ്റെ മോശം പെർഫോമൻസും സൂപ്പർ താരങ്ങളുമായുള്ള അഭിപ്രായ ഭിന്നതയും കാരണം 7 മാസങ്ങൾക്കിപ്പുറം നിരാശയോടെ പടിയിറങ്ങാനായിരുന്നു സാബി അലോൺസോയുടെ വിധി. ലിവർപൂളിനൊപ്പം 2007 ചാമ്പ്യൻസ് ലീഗ് കിരീടമടക്കം സ്വന്തമാക്കിയ സാബി പതിറ്റാണ്ടിനിപ്പുറം പ്രീമിയർ ലീഗിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ചെൽസി ആരാധകർ വലിയ പ്രതീക്ഷയിലാണ്. റയലിൽ പാളിയെങ്കിലും ബയർ ലെവർക്യൂസനിൽ സാബി തീർത്ത വിപ്ലവം തന്നെയാണ് ചെൽസി മാനേജ്മെൻറ്റിനെ താരത്തിലേക്ക് അടുപ്പിച്ചത്. ജർമ്മൻ ക്ലബിനൊപ്പം 3-4-2-1 ഫോർമേഷനാണ് സാബി പ്രധാനമായും ടീമിനെ വിന്യസിച്ചിരുന്നത്. ചെൽസി താരങ്ങൾക്ക് ഏറെ അനുയോജ്യമായതാണ് ഈ സിസ്റ്റം. ലെവർക്യൂസനിൽ സാബിയുടെ പ്ലാനിൽ ഫ്ലോറിയൻ വിഡ്സ് അടക്കം കളം നിറഞ്ഞതും മികച്ച ഉദാഹരണം. ഈ സീസണിൽ തീർത്തും നിറമങ്ങിയെങ്കിലും സാബി ടാക്ടിക്സിലെ പ്രധാനി കോൾ പാമർ തന്നെയായിരിക്കും. വിഡ്സിന് സമാനമായി ചെൽസിയിൽ താരം കളം നിറയുമെന്ന പ്രതീക്ഷയും ക്ലബിനുണ്ട്. കോച്ച് എന്നതിലുപരി മാനേജർ എന്ന അധികാരം ലഭിക്കുന്നതോടെ വരുന്ന സമ്മർ ട്രാൻസ്ഫറിൽ സാബിയുടെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. മികച്ചൊരു മാനേജർ എത്തിയാൽ ടീമിൽ മാറ്റമുണ്ടാകുമെന്ന് പോയ ചെൽസി മത്സരം തെളിയിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ നടന്ന FA കപ്പ് ഫൈനലിൽ അവസാനം വരെയും സിറ്റിയെ വിറപ്പിച്ചാണ് ചെൽസി കീഴടങ്ങിയത്. ഒരു ഭാഗത്ത് പെപ് ഗാർഡിയോള എന്ന അധികായം നിൽക്കുമ്പോൾ കല്ലും മക്ഫാലൻ എന്ന താൽക്കാലിക കോച്ചിനൊപ്പമാണ് ചെൽസി ഇറങ്ങിയത്. എന്നിട്ടും അവർ പൊരുതി നിന്നു. ബോൺമൗത്ത് പരിശീലകൻ ആന്റോണി ഇറോള, ആസ്റ്റൺ വില്ലയുടെ ഉനൈ എംറി തുടങ്ങിയ നിരവധി ഓപ്ഷനുകൾ പരിശോധിച്ച ശേഷമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മൈക്കൽ കാരിക്ക് എന്ന ഒറ്റ പേരിലേക്ക് എത്തിയത്. കളിക്കാരുമായുള്ള മികച്ച ബന്ധവും ചെറിയ കാലയളവിൽ ഉണ്ടാക്കിയ റിസൾട്ടുമെല്ലാം കാരിക്കിൻ്റെ നറുക്കിന് കാരണമായി. യുണൈറ്റഡ് താരമെന്ന നിലയിൽ 12 വർഷത്തിനിടെ 5 പ്രീമിയർ ലീഗ് കിരീടങ്ങൾ കാരിക്ക് പേരിലാക്കിയിട്ടുണ്ട്. 464 മത്സരങ്ങളെ യുണൈറ്റഡ് കുപ്പായമിട്ട മുൻ താരത്തിന് ഓൾഡ് ട്രാഫോർഡിലെ സാഹചര്യങ്ങൾ നന്നായി അറിയാമെന്നതും പെർമനൻ്റായി എത്തുമ്പോൾ കാരിക്കിന് പോസിറ്റീവ് ഘടകമാണ്. കാരിക്കിനായി കളിക്കളത്തിൽ മരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് മുമ്പൊരിക്കൽ കോബി മെയ്നു പറഞ്ഞത്. താരത്തിൻ്റെ കോച്ചിങ്ങിനെ പ്രകീർത്തിച്ച് കസമിറോയടക്കമുള്ള സീനിയർ താരങ്ങളും രംഗത്തെത്തിയിരുന്നു. ഇതുവരെയായി കാരിക്കിന് കീഴിൽ 10 വിജയങ്ങളാണ് യുണൈറ്റഡ് നേടിയെടുത്തത്. 3 മത്സരം സമനിലയിൽ പിരിഞ്ഞപ്പോൾ 2-2 തോൽവി മാത്രമാണ് നേരിട്ടത്. റയൽ മാഡ്രിഡ് പരിശീലക റോളിലേക്ക് ഹോസെ മൊറീഞ്ഞോ കൂടുതൽ അടുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. സീസൺ അവസാനിച്ചതോടെ ബെൻഫിക്കയോട് വിട പറയുന്ന താരം റയലിലേക്കുള്ള യാത്രയിലാണെന്ന് വ്യക്തമായിരുന്നു. പോർച്ചുഗീസ് ലീഗിൽ ഒരു തോൽവി പോലുമില്ലാതെ ബെൻഫിക്കയെ 3-ാം സ്ഥാനത്തെത്തിച്ച ശേഷമാണ് മൗറീഞ്ഞോ പടിയിറങ്ങുന്നത്. ഒരു കിരീടം പോലുമില്ലാതെ സീസൺ അവസാനിപ്പിച്ച റയൽ അടുത്ത സീസണിൽ സുപ്രധാന നീക്കങ്ങളിലേക്കാണ് കടക്കാനൊരുങ്ങുന്നത്. അർബലോവയെ മാറ്റുന്നതോടൊപ്പം മധ്യനിരയിലടക്കം പ്രധാന താരങ്ങളെ ക്ലബ്ബ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. റയലുമായി ചർച്ച നടക്കുന്നുണ്ടെന്ന് നേരത്തെ മൗറീഞ്ഞോയുടെ ഏജന്റ് വ്യക്തമാക്കിയിരുന്നു.
പുതിയ കോച്ചായി മൗറീഞ്ഞോ വരികയാണെങ്കിൽ സന്തോഷമാണെന്ന് അർബലോവയും പറഞ്ഞിട്ടുണ്ട്. നാളും കെട്ടൊരു സീസണാണെങ്കിലും ആൻഫീൽഡിൽ അർനെ സ്ലോട്ട് തന്നെ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ ലിവർപൂൾ ആരാധകർ സാബിയെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അതുണ്ടാകില്ലെന്ന് ഉറപ്പായിരിക്കുന്നു. ക്ലബ്ബ് മാനേജർമാരുടെ പൂർണ്ണ ചിത്രം തെളിയാൻ വരാനിരിക്കുന്ന ഫിഫ ലോകകപ്പ് അവസാനിക്കും വരെ കാത്തിരിക്കണം. യൂറോപ്യൻ ഫുട്ബോളിലെ പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം.